സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 3 വർഷമായിട്ടുണ്ട്. കഴിഞ്ഞ കൊറോണ കാലത്താണ് ഞാൻ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്തത്. ഫാർമ കമ്പനീസിലാണ് മെയിൻ ആയിട്ടും ഇൻവെസ്റ്റ് ചെയ്തത്. അങ്ങനെ ഞാൻ പതിയെ ഇൻട്രാഡേ ട്രേഡിംഗ് പഠിച്ചു. ഇപ്പൊ അതാണ് ഞാൻ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഓഹരിയിലെ നിക്ഷേപ യാത്ര എനിക്ക് വലിയ രീതിയിലുള്ള ഒരു നേട്ടം തന്നെയാണ് നൽകിയത്. ബാങ്ക് നിക്ഷേപത്തിൽ നിന്ന് കിട്ടുന്ന എത്രയോ മടങ്ങ് നേട്ടം എനിക്ക് ഇതിലൂടെ കിട്ടിയിട്ടുണ്ട്. ഒരു വ്യക്തിക്ക് ഒരു ട്രേഡിംഗിൽ വിജയിക്കാനായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ അടിസ്ഥാന അറിവുകൾ മാത്രമാണ്. അത്തരത്തിലുള്ള വാർത്തകൾ വായിച്ചാൽ മാത്രം മതി. ഒപ്പം വിപണിയിലുള്ള ജാഗ്രതയോടുള്ള സമീപനം സ്വീകരിക്കണം. അങ്ങനെ ചെയ്ത ഒരു വിദഗ്ധന്റെയും സഹായമില്ലാതെ തന്നെ എനിക്ക് കിട്ടിയ പോലെ ലാഭം നിങ്ങൾക്കും ഉണ്ടാക്കാൻ പറ്റും. നിങ്ങളുടെ വരുമാനത്തിന്റെ ഒരു ഭാഗം ആദ്യം തന്നെ ഏതെങ്കിലും ഒരു ട്രേഡിംഗിലേക്ക് നിക്ഷേപിക്കുന്നതാണ് എന്തുകൊണ്ട് നല്ലത്. ഒരേപോലുള്ള കമ്പനികളിൽ നിക്ഷേപിക്കാതെ പലതരത്തിലുള്ള കമ്പനികൾ നിക്ഷേപിക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. എന്റെ ഒരു സുഹൃത്തുണ്ട്, അവൻ എപ്പോഴും ബിവറേജസിലും ആൽക്കഹോളിലും മാത്രമാണ് നിക്ഷേപിക്കാറുള്ളത്. ശരിക്കും പറഞ്ഞാൽ അതൊരു സേഫ് സോൺ ആണ്. എന്നാൽ കുറച്ചും കൂടി റിസ്ക് എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ട്രേഡിംഗിൽ വിജയിക്കാൻ പറ്റത്തുള്ളൂ. എല്ലാ മാസവും നിങ്ങൾ ലോങ് ടേം ആയിട്ട് ഷെയർസ് വാങ്ങുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. ഇപ്പൊ നിങ്ങളൊരു ഷെയർ വാങ്ങിയിട്ട് അതിന്റെ വില കമ്മിയായെന്ന് വിചാരിക്കുക, നിങ്ങൾ അതിൽ ആശങ്കപ്പെടുകയൊന്നും വേണ്ട. കാരണം ആ വില കമ്മിയായത് നിങ്ങളൊരു അവസരമായിട്ട് തന്നെ കാണണം. കാരണം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ലോങ് ടേം അസറ്റിലാണ്. അപ്പോൾ ഈ കമ്മിയാവുമ്പോഴും കൂടുതൽ ഷെയർസ് വാങ്ങാൻ ശ്രമിക്കുക. അപ്പൊ അത് ഭാവിയിൽ ലോങ് ടേം ആകുമ്പോൾ നല്ലൊരു ശതമാനം തുക തന്നെ നിങ്ങൾക്ക് കിട്ടും.